സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ ദുർബലരെന്ന് കെ മുരളീധരൻ എം.പി. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വന്നതോടെ മത്സരം യു.ഡി.എഫും എൽ.ഡി.എഫും തമ്മിൽ മാത്രമായി. വടകരയിൽ ഉൾപ്പെടെ ബി.ജെ.പി. സി.പി.ഐ.എം വോട്ട് കച്ചവടത്തിന് ധാരണയായി എന്നും കെ മുരളീധരന്റെ ആരോപണം. ഇത്തവണ പ്രഖ്യാപിച്ച ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ മഹാഭൂരിപക്ഷവും ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ, പലരും കേട്ടറിവ് പോലുമില്ല. അങ്ങനെ വരുമ്പോൾ ഇത് ഞങ്ങൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു വോട്ട് മറയ്ക്കലിൻ്റെ ഭാഗമാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. എന്തിനധികം പറയുന്നു, ഇത്രയധികം കൊട്ടിഘോഷിച്ച് പ്രധാനമന്ത്രി മുതൽ നിർമ്മല സീതാരാമൻ വരെ വരുമെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വന്നതോടുകൂടിയിട്ട് അവിടെ മത്സരം ഇപ്പോൾ യു.ഡി.എഫ് എൽ.ഡി.എഫും തമ്മിലായി. വടകര പോലത്തെ ഒരു നിയോജകമണ്ഡലത്തിൽ അവർക്ക് 1 ലക്ഷത്തോളം വോട്ടുള്ള നിയോജകമണ്ഡലത്തിലാണ് പുതിയ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ 2 സീനിയർ നേതാക്കന്മാർ മത്സരിക്കുന്നൊരു സ്ഥലത്ത് തീർച്ചയായിട്ടും ഇതും ഒരു കച്ചവടത്തിൻ്റെ ഭാഗമാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ അതിനെ അതിജീവിക്കും, അത് കാര്യം പറയും. കെ മുരളീധരൻ സി.പി.ഐ.എമ്മിന്റെ പേരിൽ വോട്ട് കച്ചവടം ആരോപിക്കുന്നത് തോൽവി ഭയന്നിട്ടാണെന്ന് വടകരയിലെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി കെ ശൈലജ പ്രതികരിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പിയുടെ വോട്ട് മുരളീധരന് കിട്ടിയിട്ടുണ്ടാവും. അത് ഇത്തവണ കിട്ടില്ലയോ എന്ന ഭയം അദ്ദേഹത്തിനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളാരും ബി.ജെ.പിയുമായിട്ടൊരു സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. ഒരുപക്ഷെ ബി.ജെ.പിയുടെ വോട്ട് കിട്ടാതെ പരാജയപ്പെട്ടു പോകുമെന്ന് കരുതിയിട്ടാണോ അദ്ദേഹം ഇങ്ങനെ പറയുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് അത് ഒരു പരാജയ ഭീതിയിൽ നിന്നുണ്ടാകുന്ന അഭിപ്രായം മാത്രമാണ്. എല്ലാവർക്കും അറിയാം ഞങ്ങൾ ബി.ജെ.പിയുമായിട്ട് യാതൊരു സഖ്യത്തിലും ഇല്ല എന്നുള്ളത്. ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുകയാണ്. കെ മുരളീധരൻ വാപോയ കോടാലിയാണെന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണയുടെ പ്രതികരണം. നോക്കൂ, കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരുപക്ഷെ നമുക്ക് വാപോയ കോടാലി എന്നൊക്കെ പറയാൻ പറ്റും. കെ മുരളീധരൻ എന്താ പറയുന്നത് എന്നുള്ളത് കെ മുരളീധരനെ ചിലപ്പോൾ അറിയില്ല. അദ്ദേഹം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നേ ഇല്ല എന്നാണ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു കെ മുരളീധരൻ നിൽക്കും. നോക്കൂ, മുരളീധരൻ പറയുന്നതിന് എന്തെങ്കിലും ലക്കും ലഗാനോ ഉണ്ടോ? അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് അതൊക്കെ വില കുറഞ്ഞ മുട്ടാപ്പോക്ക് ന്യായങ്ങളാണ്. ആരാണ് യഥാർത്ഥത്തിൽ ഒരേ തൂവൽ പക്ഷികൾ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. വിവരങ്ങളുമായി മിഥില ബാലൻ ചേരുന്നുണ്ട്. മിഥില, അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുകയാണ്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിൽ എന്തൊക്കെയാണ് നേതാക്കൾ പറയുന്നത്? പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ വടകര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. കെ മുരളീധരനാണ് ഈ വിഷയത്തിൽ ആദ്യം ആരോപണം ഉന്നയിച്ചത്. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികൾ ഒന്നും തന്നെ ആർക്കും പരിചയമില്ലാത്ത ആളുകളാണ്, ദുർബലരാണ്. പ്രത്യേകിച്ച് വടകര മണ്ഡലത്തിൽ പ്രഫുൽ കൃഷ്ണ ഉൾപ്പെടെയുള്ള ആളുകൾ, വടകരയിൽ ബി.ജെ.പിക്ക് 1 ലക്ഷത്തിലധികം വോട്ടുണ്ട്. എന്നിട്ടും പ്രഫുൽ കൃഷ്ണയെ പോലെയുള്ള ആരും അറിയാത്ത ഒരു സ്ഥാനാർത്ഥിയെ വെച്ചത് വോട്ട് കച്ചവടം ലക്ഷ്യമിട്ടെന്ന ഗുരുതരമായ ഒരു ആരോപണമാണ് കെ മുരളീധരൻ ഉന്നയിച്ചിട്ടുള്ളത്. രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുന്നതിലും എതിരെയും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിന് ചേരുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല ഇദ്ദേഹം. മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖരൻ അവിടെ മത്സരിക്കുന്നതോടെ യഥാർത്ഥത്തിൽ മത്സരം നടക്കുന്നത് എൽ.ഡി.എഫും യു.ഡി.എഫും തമ്മിലാണ് എന്നും മുരളീധരൻ പറഞ്ഞു വെക്കുന്നു. മുരളീധരന്റെ ഈ ഒരു വാക്കുകൾക്ക് പ്രതികരണവുമായിട്ടാണ് വടകരയിലെ എൽ.ഡി.എഫിന്റെയും ബി.ജെ.പിയുടെയും സ്ഥാനാർത്ഥികൾ രംഗത്തെത്തിയത്. വായ പോയ കോടാലിയാണ് മുരളീധരൻ, ലക്കും ലഗാനുമില്ലാതെയാണ് സംസാരിക്കുന്നത്. മാത്രമല്ല, ആര് തമ്മിലാണ് സഖ്യം ഉള്ളത് പാർലമെന്റിൽ എന്നത് എല്ലാവർക്കും അറിയാമെന്നായിരുന്നു ബി.ജെ.പി സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണയുടെ പ്രതികരണം. അതേസമയം ശൈലജ ടീച്ചർ പറഞ്ഞത് പരാജയ ഭീതി കൊണ്ടാണ് മുരളീധരൻ ഇത്തരമൊരു കാര്യം പറഞ്ഞത്. മാത്രമല്ല, കഴിഞ്ഞ തവണ മുരളീധരൻ ഒരുപക്ഷെ ജയിച്ചത് ബി.ജെ.പിയുടെ വോട്ട് കൊണ്ടാവാം. ബി.ജെ.പിയുടെ വോട്ടുകൾ ഇത്തവണ കിട്ടില്ല എന്ന കൊണ്ടാവാം ഇത്തരത്തിലുള്ള ഒരു പ്രതികരണവുമായി വന്നതെന്നാണ് ശൈലജ ടീച്ചർ പറഞ്ഞത്. എന്തായാലും വരും ദിവസങ്ങളിലും മണ്ഡലത്തിൽ ഈ ഒരു ചർച്ച തുടരും. ശരി മിഥില, ഏതായാലും നമ്മളിനി വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുപോലെയുള്ള ആരോപണങ്ങളും അതിന് ചുട്ട മറുപടി മറ്റ് പാർട്ടിക്കാർ ഇതൊക്കെ തന്നെയാകും ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകകരമായ ചില കമൻസൊക്കെ തന്നെ വരാൻ സാധ്യതയുണ്ട്. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ശുഭദിനം. താങ്ക് യു മിഥില. മിഥില ബാലനാണ് വിവരങ്ങളുമായി ചേർന്നത്.